വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ലാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ബില്ലെന്ന് റിജിജു പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർത്തു. ബില്ലിനെ കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, ആം ആദ്മി, CPM തുടങ്ങിയ എല്ലാ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും തുറന്നെതിർത്തു. ചർച്ചയ്ക്കിടെ അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിൽ രൂക്ഷമായ തർക്കവും സഭയിൽ നടന്നു. ബിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് NDA സഖ്യകക്ഷിയായ LJP ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനാണ് ബില്ലെന്ന വിമർശനങ്ങളെ റിജിജു തള്ളി. എല്ലാവരുടെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളതാണ് ബിൽ. നീതി ലഭിക്കാത്ത മുസ്ലിം സഹോദരങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ് ഈ ബില്ലെന്നും കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡിനെ ചിലർ കൈയടക്കി വച്ചിരിക്കുകയാണ്. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കും. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തന്നെയാണ് ബില്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. വഖഫ് കൗൺസിലുകളെയും ബോർഡുകളെയും ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് ബിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ബിൽ. മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്കും ബിൽ ഗുണകരമാകും. കോൺഗ്രസ് സർക്കാർ തുടക്കമിട്ടത് പൂർത്തീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ഭരണഘടനാനുസൃതമായിട്ടാണ് ബില്ലിൽ ഭേദഗതി കൊണ്ടുവരുന്നതെന്നും കിരൺ റിജിജു പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.